ഹായ് ഡിയേഴ്സ്, ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണം പോലുള്ള പരിപാടികൾക്ക് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഈ ഒരു ദിവസം ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ നമ്മളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. സോ അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്കിന്ന് കേരളത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഡേ ബൈ ഡേ നമ്മുടെ സ്ത്രീകളിലോട്ടുള്ള എഡ്യൂക്കേഷന്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോ ദിവസം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സംശയമൊന്നുമില്ല. എങ്കിൽ കൂടെ നമുക്കറിയാം, കുറഞ്ഞ പക്ഷം സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടാതെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ അവർക്കത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. ഇനി ഈവൻ ദോ പഠിക്കുന്നത് കൂടെ ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ, ഈ പഠനത്തിന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആ പഠിച്ചതിന് ശേഷം ആ പഠനം നിങ്ങൾക്ക് അത് ബെനഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ജോബായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ത്രീകളുടെ പല പല പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ കണ്ടൊരു ന്യൂസ് ഓർക്കാണ്. ഒരു ഒരു പാവപ്പെട്ടുള്ള ഒരു കൊച്ചു പെൺകുട്ടി, അവര് അവരുടെ എന്താ പറയാ, അവരുടെ നല്ലൊരു ജോബൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആ ജോബ് എന്താ പറയാ ഒഴിവാക്കിയതിനു ശേഷം സ്വന്തമായിട്ട് അവർ ബ്രാൻഡ് ക്രാഫ്റ്റ് പോലുള്ള, സ്വന്തം വീട്ടിൽ തന്നെ ഒരു ക്രാഫ്റ്റ് പോലുള്ള ഒരു എന്താ പറയാ, ഈ ചിരട്ട കൊണ്ടൊക്കെ പല പല ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി അത് ഓൺലൈനായിട്ട് സെല് ചെയ്തിട്ട് ഏകദേശം 2 കോടിയുടെ ടേൺ ആ ഒരു വർഷം അവർ നേടിയെടുത്തത്. ഇങ്ങനെ നമ്മുടെ സ്ത്രീകളിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. അതോടുകൂടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കുക, എത്രയോളം സ്ത്രീകൾ ഇന്നും ഞാൻ ഈ പറയുന്ന നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന ഈ ഒരു എന്താ പറയാ പ്രയാസങ്ങളെ എന്താ പറയാ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ട്. അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെയും ഒരു ജോലിയുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. സപ്പോസ് നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ, നിങ്ങൾ യാതൊരുവിധ സ്കില്ലും നേടാത്ത ഒരു സ്ത്രീ ആണെന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു വിവാഹം കഴിച്ചു, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയി എന്ന് വിചാരിച്ചു. സപ്പോസ് നിങ്ങളുടെ ഭർത്താവ് ഒഴിവാക്കി പോയാൽ നിങ്ങൾക്ക് എന്ത് സ്റ്റെബിലിറ്റിയാണ് സമൂഹത്തിലുള്ളത്? നിങ്ങൾക്ക് തന്നെ ഒന്ന് ഒരു മിനിറ്റോ 2 മിനിറ്റോ വെച്ച് ചിന്തിച്ചാൽ തന്നെ അത് എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലോട്ട് പോവാച്ചാൽ നിങ്ങൾക്ക് തന്നെ അതൊരു എന്താ വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ജോബ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്താം. എത്രത്തോളം സാധ്യതകളാണ് അവിടെ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ എഡ്യൂക്കേഷന് പറ്റുന്നു. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സും +2 ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 10ാം ക്ലാസ്സും +2 അവർ എഴുതിയെടുക്കുകയും അതിലൂടെ അവർ പിന്നീട് തുടർന്ന് പഠിക്കുകയും വളരെ പ്രായമായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും അവർ പിന്നീട് തുടർന്ന് പഠിക്കുകയും അവർ ഇന്ന് നല്ലൊരു സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കുടുംബം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ല. പക്ഷെ നമുക്കറിയാം, ഇന്ന് ഇപ്പോ പണ്ടൊക്കെ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു, കല്യാണം കഴിച്ച് വിടുകയായിരുന്നു. ഓക്കെ, ഒരു ജോബ് എത്തുന്നതിന് മുമ്പ് അവർക്കൊരു സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, വിവാഹം കഴിക്കുമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താ പറയാ ശക്തമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്താനുള്ള ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ളൊരു ത്രാണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, സപ്പോസ് നമ്മുടെ ഹസ്ബൻഡിനോ ആർക്കെങ്കിലും എന്ത് വരാം, ആ കിടപ്പിലാവാം, അങ്ങനത്തെ ഒരു ആവശ്യം വന്ന് പോകേണ്ടി വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത്? നിങ്ങൾ നിർബന്ധമായിട്ട് പോകണം എന്നോ അതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ അതിന് എക്വിപ്ഡ് ആയിരിക്കണം, നമ്മൾ അതിന് തയ്യാറായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ നമ്മളിപ്പോ +2 വെച്ചിട്ട് ഇപ്പൊ പല സ്ത്രീകളും, നിങ്ങളുടെ മക്കളെയാണ് എന്നുണ്ടെങ്കിലും +2 വെച്ച് ഒരിക്കലും ഒരു വിദ്യാഭ്യാസം നിങ്ങൾ നിർത്തരുത്, അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. അതിനുശേഷം ഡിഗ്രിയോ എന്തെങ്കിലും പഠിച്ച് ഒരു ജോബിലോട്ട് എത്തിക്കുന്ന രൂപത്തിലെങ്കിലും ആകണം. ഇവിടെ ഒരു ജോബ്, ഒരു സ്ത്രീ ഇപ്പൊ ഒരു സപ്പോസ് ഒരു 2 ഫാമിലീസ് നമുക്ക് എടുക്കാം. ഒരു ഫാമിലിയിൽ ഭർത്താവ് മാത്രം ജോബിന് പോവുകയും ഒരു ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും ജോബ് ചെയ്യുന്ന 2 ഫാമിലീസ്. ഇവിടെ എങ്ങനെയായിരിക്കും ഈ 2 ഫാമിലീസ്?
ഒബ്വിയസ്ലി മേ ബി ഒന്നുകൂടെ ഇന്റിമസിയും ലവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫാമിലീസ് ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ഒരു ഫാമിലീസ്, പക്ഷെ ഒന്നാമത്തെ ഫാമിലീസിന്റെ ഒരുപാട് പ്രോൺസ് ആൻഡ് കോൺസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതായത് ഇപ്പൊ രണ്ടാമത്തേത് ഫൈനാൻഷ്യലി ചിലപ്പോൾ വീക്ക് ആയിരിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. സോ പക്ഷെ രണ്ടാമത്തെ ഫാമിലിയോട്ട് അവരുടെ ഭാര്യയും ഭർത്താവും അവരുടെ എന്താ പറയുക ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ആണ് മറ്റേ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. കുടുംബത്തിനൊക്കെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. എന്താ പറയുക, പണം മാത്രമല്ല നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, അതിൽ ഈ കുടുംബത്തിലുള്ള ബന്ധങ്ങളൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന് അത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളെ മക്കളെ നിങ്ങളെ ഭാര്യയെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം, അവരെ ജോലിക്ക് വിടുകയും ചെയ്യണം. അതിലൂടെ അവർക്ക് ഒരു ജോലി എന്നതിലുപരി ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല അതിലുണ്ട്, അതിൽ നമ്മൾ സോഷ്യലൈസേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് നന്മകൾ അതിലൂടെ വരാനുണ്ട്. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു നല്ലൊരു പൗരനായിട്ട് ഈ രാജ്യത്ത് വളരുന്നത്. സോ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. നിങ്ങൾക്ക് ഒരു അടിയാണ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വുമൻസ് ഡേ നേരുകയാണ്. സോ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ എന്ത് ഹെൽപ്പും തരാനും നിങ്ങൾക്ക് തയ്യാറാണ്. സോ എല്ലാവർക്കും ഒരു തവണ കൂടെ ഹാപ്പി വുമൻസ് ഡേ.